ഹായ് ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയെടുത്ത് വെച്ച് തുടങ്ങുവാണേ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ 1 മണിയോട് അടുപ്പിച്ചാണ് ഞങ്ങൾ അവിടെ ചെന്നത്. ഏകദേശം ഒരു 1:30 അടുപ്പിച്ചാണ് ഞങ്ങൾക്ക് റൂം എല്ലാം സെറ്റാക്കി അവർ തന്നത് കേട്ടോ. റൂമിൽ കയറി ഫ്രഷ് ആയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒരു ഉറക്കമായിരുന്നു. രാവിലെ ഒരു 7:30 ആയപ്പോഴാണ് കണ്ണ് തുറന്നത് കേട്ടോ. രാവിലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നേ. ഒരാൾ ബുക്ക് ചെയ്ത റൂമാണ് ഞങ്ങൾക്ക് തന്നത് കേട്ടോ. കാരണം റൂംസ് ഒന്നും ഇല്ലായിരുന്നു. ഇവിടുന്ന് നിന്നാണ് ഏകദേശം ഒരു 10 മിനിറ്റ് യാത്രയുള്ളൂ പപ്പയുടെ പരിപാടി നടക്കുന്നിടത്ത് കേട്ടോ. പിന്നെ ഞങ്ങൾ റിസ്ക് ഒന്നും എടുക്കുന്നത് രാവിലെ പിന്നെ ഫ്രഷ് ആയി കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിലൊക്കെ പോക്കാണല്ലോ. റൂം വെക്കേറ്റ് ചെയ്ത് നേരെ വന്നത് അമ്മയുടെയും പപ്പയുടെയും റൂമിലോട്ടാണ് കേട്ടോ. വെളുപ്പിനെ തന്നെ അമ്മയ്ക്കും പപ്പയ്ക്കും പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നേ. വെളുപ്പിനെ പോയപ്പോൾ റൂമിന്റെ കീ ഞങ്ങളുടെ റൂമിൽ കൊണ്ട് തന്നിട്ടാണ് പപ്പായും അമ്മയും പോയത് കേട്ടോ. ആ റൂമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നല്ല റൂമായിരുന്നു. യാത്ര ചെയ്തേണ്ടതായിട്ടുള്ള ഒരു ക്ഷീണവും ഇല്ലായിരുന്നു നമ്മുടെ വിധുക്കുട്ടനും ആമിക്കുഞ്ഞിനും കേട്ടോ. നല്ല ഹാപ്പി ആയിരുന്നു. കിടക്കുന്നതിന് മുന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്തത് രാവിലെ എഴുന്നേറ്റ് നേരെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴുത് അത് കഴിഞ്ഞ് റൂമിൽ വന്ന് എല്ലാം ഫ്രഷ് ആയി കഴിഞ്ഞ് ഞാൻ ഒരു ജോഡി ഡ്രസ്സ് പുതിയത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാനാണേലും അനിയത്തിയാണേലും എല്ലാവരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ പോയി പപ്പയുടെ പരിപാടി പങ്കെടുക്കണം. അതായിരുന്നു പ്ലാൻ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരു 7:30 ആയപ്പോഴാണ് കണ്ണു തുറക്കുന്നത്. ഒരുങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്കിന് ഏകദേശം 8:30 അടുത്ത്. അപ്പോഴാണ് അമ്മ വിളിക്കുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് വാ, ഇവിടുത്തെ പരിപാടികളൊക്കെ ഒന്ന് വന്ന് കാണി, എപ്പോഴാണ് ഇത് തീരുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് പതുക്കെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുതാൽ മതി. അങ്ങനെ അമ്മ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ പ്ലാൻ എല്ലാം മാറ്റി കേട്ടോ. നേരെ പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് വന്നേ. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള മന്ദിറിലാണെങ്കിൽ പൂജ നടക്കുമായിരുന്നേ. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ വന്ന് കാപ്പി കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെന്ന് തൊഴാന്നും പറഞ്ഞേ. കാപ്പിക്ക് പൂരിയും കടലക്കറിയും ഉണ്ണിയപ്പവും കേസരിയും, കോഫി വേണ്ടവർക്ക് കോഫിയും, ചായ വേണ്ടവർക്ക് ചായ ഉണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നേ. അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ പിന്നെ വിധുക്കുട്ടനും ആമിക്കുഞ്ഞും വെറുതെ ഇരിക്കും. എൻ്റെ പൊന്നമ്മച്ചി അവിടോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഞങ്ങളെ ആഹാരം കഴിക്കാൻ പോലും അവർ സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ അമ്പാടിപ്പന്നാണ് പറഞ്ഞത് നിങ്ങൾ പോയി കഴിച്ചോ, ഞാൻ നോക്കിക്കോളാന്നേ. പിന്നെ അമ്പാടിപ്പന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം വന്ന് കഴിച്ചത് കേട്ടോ. കഴിച്ചു കഴിഞ്ഞ് വന്നപ്പോഴാണ് അവിടെ പിന്നെ തൊഴാൻ പറ്റിയത്. അത് കണ്ടപ്പോഴത്തേക്കിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ജാതി മത ഭേദമന്യേ എല്ലാ മതങ്ങളും ഒന്നാണ്, എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന് കാണിച്ചു തരികയായിരുന്നു കേട്ടോ. ഈ കാഴ്ച കണ്ടപ്പോൾ സത്യം പറയാലോ എൻ്റെ മനസ്സും കണ്ണും നിറഞ്ഞ് ആത്മാർത്ഥമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുത് എല്ലാം തിരിച്ചിറങ്ങി വന്നപ്പോഴും ഗംഭീര കളി ആങ്ങളെയും പെങ്ങന്മാരും എല്ലാവരുമായിട്ട് നടക്കുന്നുണ്ടായിരുന്നേ. ഓരോ ബോട്ടിൽ വെള്ളം കൈ പിടിച്ചോണ്ടായിരുന്നു അഭ്യാസം മൊത്തം കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് പപ്പയുടെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും വന്ന് അവരുമായിട്ടും കുറച്ചു നേരം നിന്ന് കാര്യമൊക്കെ പറഞ്ഞ്. ഇതിൻ്റെ ഒന്നും വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ആർക്കും വീഡിയോയിൽ വരാനൊന്നും താല്പര്യം കാണത്തില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ എടുക്കാനും പോയില്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നുള്ള പേടി കാരണം ഞാൻ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പപ്പയുടെ പെർമിഷൻ ചോദിച്ച് അത് മാത്രമാണ് എടുത്തത്. അങ്ങോട്ട് കയറിയപ്പോഴേ ഈ ആനയെ ആമിക്കുഞ്ഞു നോട്ടം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിധുക്കുഞ്ഞും ആമിക്കുഞ്ഞും ആനയെ തൊട്ടിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ 1 മൈൽ അകലെ നിൽക്കുമായിരുന്നേ. പക്ഷെ അതുങ്ങൾക്കൊരു പേടിയില്ലാതെ പോയി തൊട്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര പേടി കേട്ടോ. ഈ ആന എപ്പോഴാ ഇത് ഇടയുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു നിമിഷം മതിയല്ലോ എല്ലാം തകർന്ന് താഴെ വീഴാൻ. അങ്ങനെ അതും കണ്ട് നിന്നപ്പോഴാണ് പപ്പ ഓടി വന്ന് പറയുന്നത് അവിടുത്തെ അങ്കിൾ വിളിച്ച് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴാൻ സമയമായി, അങ്ങനെ നേരെ വിട്ടോന്നും പറഞ്ഞിട്ട് വിട്ടു കേട്ടോ. പക്ഷെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. സമയത്തിന് എത്താൻ പറ്റുമോ തൊഴാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ കാരണം ഓടി വരുമായിരുന്നു. രാജേശ്വരനാണെങ്കിൽ ആമിക്കുഞ്ഞിനെ എടുത്തോണ്ട് ഓടുമായിരുന്നു കേട്ടോ. കാരണം ആ അങ്കിളിനെ കണ്ടുപിടിക്കണം. ആ അങ്കിൾ പറഞ്ഞാൽ കേട്ടോ നമ്മളെ വടക്കേ വഴി കൂടെ പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് പിന്നെ ആ അങ്കിളില്ലാതെ നമുക്ക് അതുവഴി കയറാനും പറ്റത്തില്ലായിരുന്നേ. ഞങ്ങൾ ചെന്ന് ഞങ്ങളെ പറഞ്ഞു വിട്ടതിന് ശേഷം വേണം ആ അങ്കിളിന് ഈ പരിപാടി വന്ന് പങ്കെടുക്കാൻ കേട്ടോ. അതുകൊണ്ടാണ് അത്രയും ധൃതി വെച്ചത്. ഫുൾ
സെക്യൂരിറ്റി ചെക്കിംഗ് ആയതുകൊണ്ട് ഒരു വീഡിയോ പോലും അകത്തെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ തൊഴുതിറങ്ങി വന്നു കേട്ടോ. അവിടം വരെ പോയ സ്ഥിതിക്ക് അതിന്റെ ഫ്രണ്ട് വ്യൂ കണ്ടില്ലെങ്കിൽ ഒരു രസമില്ലല്ലോ എന്നും പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഒരു നടപ്പ് നടന്ന് ഞങ്ങൾ വന്ന് ഫ്രണ്ടിൽ വന്ന് കുറച്ച് സെൽഫിയും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ അതാണ്ട് ഈ ചാത്തമണിയും കണ്ട് അമ്പാടിപ്പൊന്നെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ രാജേഷേട്ടെ ഇതിന്റെ വടക്കേ ഭാഗത്തൂടെ കയറുമ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് പത്മനാഭന്റെ നടയിലോട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നില്ല, നേരെ തന്നെ തൊഴുതിറങ്ങേണ്ടി വന്നതുകൊണ്ട് കേട്ടോ 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് തൊഴുതിറങ്ങാൻ പറ്റിയത്. അത് കഴിഞ്ഞ് അവിടുന്ന് വിട്ട് കേട്ടോ. പിന്നെ ഗണപതി കോവിലിൽ കയറാൻ പറ്റിയില്ല, അതിനുള്ള സമയം ഇല്ലായിരുന്നു, പിള്ളേരെല്ലാം ടയേർഡായിരുന്നു, പിന്നെ ഫുഡിന് വേണ്ടിയിട്ടുള്ള അലച്ചിലായിരുന്നു കേട്ടോ. 4ാമത്തെ ഹോട്ടലിൽ കയറിയപ്പോഴാണ് നമുക്ക് മീൽസ് കിട്ടുന്നത്. ഞാൻ പിന്നെ മീൽസ് അല്ല കഴിച്ചത്, മീൽസ് പിന്നെ പിള്ളേർക്ക് വേണമായിരുന്നു കേട്ടോ, അത്യാവശ്യമായിരുന്നു. കാരണം രാവിലെ പൂരിയൊക്കെ ആയിരുന്നതുകൊണ്ട് അവരൊന്നും കഴിച്ചിട്ടില്ലായിരുന്നേ. പിന്നെ ഒരു കരിക്കുമ്പള്ളത്തെ നിൽക്കുന്ന നിപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. പപ്പയുടെ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് ഫുഡ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ എത്തുമ്പോഴേക്കും താമസിച്ചു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത്. ഹോട്ടലിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. വിശപ്പിന്റെ വലി കാരണം അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലേ. അവിടുന്ന് ഫുഡും കഴിച്ച് നേരെ വിട്ടത് സൂയിലോട്ടാണ് കേട്ടോ. അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇത് കണ്ടോ ഗൈസ്, ഈ മരത്തിൽ ഇനി സ്റ്റാർ തൂക്കാൻ സ്ഥലമില്ല കേട്ടോ. അമ്മാതിരി സ്റ്റാർ ആണ്, എണ്ണിയാൽ പോലും തീരാത്തത്ര സ്റ്റാർ ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടവര് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.